ഷാമെ, ഉത്സവപ്പറമ്പിൽ സംഘർഷം നടക്കുന്നു. സംഘർഷം തടയാനെത്തിയ എസ് ഐയുടെ പേര് അൻസാർ എന്നാണ്. നഗരൂർ എസ് ആണ്. അദ്ദേഹത്തെ 3 ചെറുപ്പക്കാർ മർദ്ദിക്കുന്നു. 3 പേരുടെ പേര് ഞാൻ പറയാം: ആരോമൽ, ചന്തു, ആദിത്യൻ. പക്ഷേ ഈ 3 പേരിൽ ചന്തുവിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ചന്തു ആ സമയത്ത് ഏതോ ഒരു സിനിമയിലെ കഥാപാത്രമായി മാറുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ചന്തുവിന് മനസ്സിലായത് സംഗതി പണി പോകുന്ന പരിപാടിയാണ് കാണിച്ചത്. എന്താണ് ആ സംഭവം? ഇത് നമ്മുടെ വെള്ളല്ലൂർ, നഗരൂര്, വെള്ളല്ലൂർ, തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ പരിധിയിലാണ്. അവിടെ ശിവമുക്കിലെ ശിവക്ഷേത്രം, അവിടെ ഉത്സവ പരിപാടി നടക്കുന്നു. വ്യാഴാഴ്ച അവിടെ ഒരു നാടൻ പാട്ട് സംഘടിപ്പിച്ചു ഉത്സവ കമ്മിറ്റിക്കാർ. ഈ നാടൻ പാട്ടാകുമ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് ആവേശത്തിലാവും. ഓളമുണ്ട്, ഭയങ്കര ഓളമാണ്. ഇപ്പൊ പണ്ടത്തെ പോലല്ല. പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും ഇതിലിറങ്ങി തുള്ളാൻ നിൽക്കത്തില്ല. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇപ്പൊ എല്ലാരും തുള്ളും. റീലിന് വേണ്ടി തുള്ളുന്നവരും ഇഷ്ടം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മുൻപ് കുറച്ച് നേരം മുമ്പ് ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നേരത്തെ ഒക്കെ വേലി തിരിച്ചൊക്കെ വെക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നും മിക്കയിടത്തും ഇല്ല. ചിലയിടത്തൊക്കെ ഉണ്ടായിരിക്കും. ഇത് കേൾക്കുന്നവരെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ചിലയിടത്തൊന്നും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ആഘോഷ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ഗൗരി ലക്ഷ്മിയൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. അത് തെറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞതാ. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊന്നും ആ രീതിയിലൊന്നും അനുവദിക്കില്ലായിരുന്നു. ഇപ്പൊ അതിൻ്റെയൊക്കെ ഒരു കാലം മാറിയപ്പോൾ അതും മാറ്റപ്പെട്ടു. അങ്ങനെ ഈ നാടൻ പാട്ടിൽ എല്ലാവരും കയറി തുള്ളാൻ തുടങ്ങി. തുള്ളി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ആരെങ്കിലും കാലി ചവിട്ടും, മറ്റവൻ ചോദിക്കും, ഇവൻ തിരിച്ചും ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. ഈ തുള്ളുന്നതിൻ്റെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ കാലിച്ചവിട്ടുക. കാലിച്ചവിട്ടുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സീരിയസ് പ്രശ്നമായിട്ട് മാറും. എന്തായാലും ഇവിടുത്തെ ഈ തുള്ളലിനിടയിൽ എന്തായാലും 2 കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായ സമയത്ത് നഗരൂര് എസ് ഐ എൻ അൻസറും നിജിമോൻ എന്ന പോലീസുകാരനെ, സിവിൽ പോലീസ് ഓഫീസറും ഒക്കെയാണ് അവിടെ ഡ്യൂട്ടിയിൽ. അവരെയാണ് അവിടെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത്. സ്വാഭാവികമാണ് പോലീസ് ഇടപെടും. പോലീസിന് അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. ലോ ആൻഡ് ഓർഡർ പരിപാലിക്കാനാണല്ലോ പോലീസ് ഉള്ളത്. പോലീസ് ഇടപെട്ട് 2 കൂട്ടരെയും ആദ്യ റൗണ്ടിൽ പിടിച്ചു മാറ്റി വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2ാം റൗണ്ടിൽ ഇതുപോലെ തന്നെ വീണ്ടും സംഘർഷം ഉണ്ടായി. ഒട്ടുമിക്ക ഈ പറയുന്ന പോലെ ആഘോഷ പരിപാടികൾക്കിടയിലും ഇപ്പോൾ സംഘർഷം പതിവാണ്. സംഘർഷം ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഇവിടുത്തെ പത്തനാപുരത്തെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആണൊരുത്തൻ എന്നൊക്കെ പേരിൽ പോലീസ് തന്നെ കാണട്ടെ എന്ന രീതിയിൽ ദേവൻ എന്ന് പറയുന്ന സജീവിന് വേണ്ടിയിട്ട് അവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അയാളോട് കുറച്ച് പേർക്ക് വലിയ താല്പര്യമുള്ള ആളാണ് കേട്ടോ. ആ നാട്ടിൽ കുറേ പേർക്ക് വലിയ താല്പര്യം ഈ മനുഷ്യനോടുണ്ട്. അത് വേറെ കാര്യം. നേരത്തെ നിങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത വിഷയമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2ാം റൗണ്ടിലും സംഘർഷം ഉണ്ടാകുന്നു. പോലീസിന് പിന്നീട് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഈ നാടൻപാട്ടിൻ്റെ പരിപാടി നിർത്തിക്കൊള്ളാൻ പോലീസ് നിർദ്ദേശം കൊടുത്തു. അത് പ്രകാരം ഈ നാടൻപാട്ട് പരിപാടി അവിടെ അവസാനിച്ചു. ഇവരെയൊക്കെ അതിന് മുമ്പ് തന്നെ പിരിച്ചു വിട്ടിരുന്നു, അവിടെ നിന്ന് മാറ്റി വിട്ടിരുന്നു. അങ്ങനെ മാറ്റി വിട്ടിട്ടും ഇവരാരും പോയില്ല. ഇവർ വീണ്ടും കയ്യാങ്കളിയിലേക്ക് തിരിയുന്ന സമയത്ത് പോലീസ് ഒരു ആക്ഷനിലേക്ക് നീങ്ങിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കുഴിയിൽ വീണു. അൻസർ എന്ന് പറയുന്ന എസ് ഐ ആണ്, നഗരൂർ എസ് ഐ ആണ് കുഴിയിൽ വീണത്. കുഴിയിൽ വീണ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴിയിൽ വീണതോടുകൂടി പോലീസുകാർ ഇടപെട്ട് അദ്ദേഹത്തിന് കുഴിയിൽ വീണ് പരിക്കേറ്റു. അദ്ദേഹത്തിന് നെയിം ബോർഡ് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ ഉണ്ടായിരുന്ന നെയിം ബോർഡ് പോവുകയും ചെയ്തു. ഈ നിജിമോൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. പോലീസ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന് 2 വേർഷൻ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഇവർ തള്ളിയിട്ടു, പോലീസിനെ കയ്യേറ്റം ചെയ്ത് തള്ളിയിട്ടു എന്നുള്ളത് ഒരു വേർഷൻ. 2, അവിടെ നടക്കുന്ന സംഘർഷത്തിനിടെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കുഴിയിൽ വീഴലാണ് ഇത് എന്ന് അവിടുത്തെ 2ാമത്തെ ഭാഷ. പോലീസിന് പരിക്കേറ്റതോടുകൂടി പോലീസ് ആക്ഷൻ എടുത്തതാണ്
അതായത് പോലീസിന് എതിരെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഒരു സ്ഥിരം പരിപാടി അതെ അതെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു കേസ് അവർ ചാർജ് ചെയ്യും. മെനക്കെട്ട കേസാണ്. ഇത് ഒരു കാലത്തും തീരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവർ കോടതി വരത്തില്ല. ഇവർ കോടതി വിളിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ഇവർ വരത്തില്ല. ഇവർ കൂടി വന്ന് ഇവർ വന്ന് മൊഴി പറഞ്ഞാൽ മാത്രമേ, ഇവരുടെ മൊഴി കൂടി കോടതി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ അതിൽ വിസ്താരം നടക്കുകയും അതിലൊരു അന്തിമ വിധി വരികയും ചെയ്യുള്ളൂ. 7-8 കൊല്ലമായിട്ടുള്ള പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുള്ള കേസുകൾ പലതുമുണ്ട്. ഇതൊടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി പലതവണ പിടിച്ച് പോലീസിനെ വിരട്ടിയിട്ടുണ്ട്. പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിക്കുകയോ കയർക്കുകയോ ചെയ്യുന്നത് കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന വകുപ്പിൽ ഉൾപ്പെടില്ല എന്ന് ഹൈക്കോടതി തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്തായാലും ഇത് 2 വേർഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 വേർഷനും പറഞ്ഞത്. അതിന് പോലീസ് പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് ഇതാണ്: അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്തു, അദ്ദേഹത്തെ മനഃപൂർവ്വം തള്ളി ഈ കുഴിയിലേക്ക് ഇട്ടു, അവിടെ കുറച്ച് പേർ പ്രകോപിതരായിരുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇവരെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റവേ പോലീസിന്റെ FIR-ൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു പോലീസുകാരനാടാ എന്നാണ് ഒരു FIR-ൽ ഒരു കാര്യം. പോലീസുകാരനാടാ, ജോലി പോയാലും ഒന്നുമില്ല, റിമാൻഡിലായാലും എനിക്കൊന്നുമില്ല. ഇത് പറഞ്ഞത് ഈ വെള്ളലൂർ സ്വദേശിയായിട്ടുള്ള ചന്തു പറഞ്ഞു എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ ചന്തുവിന്റെ സഹോദരനാണ് പിടിക്കപ്പെട്ടതിൽ രണ്ടാമത്തെ ആൾ, ആരോമലാണ് രണ്ടാമത് പിടിക്കപ്പെട്ടിട്ടുള്ള ആൾ. മൂന്നാമത് കല്ലമ്പലം പുതുശ്ശേരി മുക്കിലുള്ള ഒരു ആദിത്യൻ. ഈ 3 പേരെയാണ് പോലീസിന് അവിടെ നിന്നും ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു എന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുന്നു, അത് വാർത്തയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചത് വേറൊരു പോലീസുകാരനാണ് എന്നുള്ളൊരു കഥ വന്നു കഴിഞ്ഞാൽ സാധനം വാർത്ത കത്തിക്കുക, വാർത്ത ഇരട്ടിയായി. അപ്പോൾ വാർത്ത ഇരട്ടിയായിട്ട് ഇത് ചെയ്തത് ഈ പറയുന്ന ചന്തു എന്ന് പറയുന്ന പോലീസുകാരനാണ് എന്നുള്ളതാണ് പോലീസിന്റെ വേർഷനും. അത് തന്നെയാണ്, ചന്തുവിന്റെ നേതൃത്വത്തിൽ ഇത് ചെയ്തു എന്നാണ് പോലീസിന്റെ ഈ വേർഷൻ. ഈ ചന്തു എന്ന് പറയുന്നത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, സിവിൽ പോലീസ് ഓഫീസറാണ് അവിടുത്തെ. പിന്നെ അവിടുത്തെ MG ശ്യാമാണ് അവിടെ ഇപ്പോൾ ഇരിക്കുന്ന SHO. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം ഈ ചന്തുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അടക്കം റിപ്പോർട്ട്. പള്ളിക്കൽ സ്റ്റേഷനിലെയും റിപ്പോർട്ട് അതാണ്, അതുപോലെ നഗരൂർ സ്റ്റേഷനിലെയും റിപ്പോർട്ട് അതാണ്. ഈ റിപ്പോർട്ടാണ് SP J മഹേഷിന്റെ അരികിൽ എത്തിയത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച പ്രകാരം ഈ ചന്തുവിനെ അടുത്ത സ്പോട്ടിൽ തന്നെ സസ്പെൻഡ് ചെയ്തു, ഡ്യൂട്ടിയിൽ നിന്നും. ചന്തുവിനെ പറഞ്ഞല്ലോ പണി പോയാലും പ്രശ്നമില്ല. അത് ചന്തു ഒന്നും ആയിരിക്കില്ല പറഞ്ഞത്, അതുപോലെ സെലിബ്രേഷനോ വല്ല ബെക്കാഡിയോ ലെമോണ്ടോ അങ്ങനെയുള്ള വല്ല ബ്രാൻഡും ആയിരിക്കും പറഞ്ഞത്. ചന്തു ഒന്നും ആയിരിക്കില്ല പറഞ്ഞത്. കെട്ടുവിട്ട് കഴിഞ്ഞപ്പോഴാണ് ചന്തു. ഇതൊക്കെ എന്തുവാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ മദ്യപിക്കാത്ത ആളായതുകൊണ്ട് എനിക്കറിയാം. മറ്റേ കളങ്കാവലിൽ ദീപ്തി പറയുന്നത് പോലെ, ദീപ്തി IPS റൂമെടുക്കുന്ന എന്തിനാന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. സാധ്യത മാത്രമാണ് പറഞ്ഞത്, അല്ലാതെയും പ്രകോപിതരാവുന്നവരുണ്ട്. അങ്ങനെ ഏതായാലും ആ ഉദ്യോഗസ്ഥന്റെ പണി പോയി, സസ്പെൻഷനാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കേസെടുത്ത് SP കൊടുത്തതാണ്. സാധാരണ ഈ കേസൊക്കെ അന്വേഷിക്കാൻ, സാധാരണ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കാൻ അവിടുത്തെ ഒരു ഡിവൈഎസ്പിയുടെ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കാനാണ് സാധ്യതയുള്ളത്. DYSP നഗരൂരാകുമ്പോൾ ആറ്റിങ്ങൽ DYSP അന്വേഷിച്ച റിപ്പോർട്ട് തരാൻ ആണ് സാധാരണ SP പറയാറുള്ളത്. പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ട് SP അവർ കണ്ടു. വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അവർ കണ്ടു. അവർ കണ്ട പ്രകാരം അവര് ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും SP പറഞ്ഞു. ഇനി ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ റിപ്പോർട്ട് എതിരാണെങ്കിൽ ഒരു പക്ഷേ ദീർഘകാലം പുറത്തേക്കേണ്ടി വരും. അതെ, ദീർഘകാലം ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതെ, ദീർഘകാലം പുറത്ത് നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ പുറത്ത് നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, യൂണിഫോം ഇട്ട് നിൽക്കുമ്പോഴുള്ള വില നാട്ടുകാർ പിന്നെ പുറത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തരില്ല. അതൊരു സ്ഥിരം ശീലമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വില ഉണ്ടാവില്ല. പണ്ട് നമുക്കൊരു ഇന്റർവ്യൂവിന് വന്നൊരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ, നമ്മളന്നേരം ആലോചിച്ചല്ലേ
ഇവർക്ക് പിന്നീട് ഒരു വിലയും പിന്നീട് ആരും കൊടുക്കാറില്ല. അല്ലെങ്കിൽ അവർ സർവീസിൽ ഇരിക്കുമ്പോൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തവരായിരിക്കണം. അത് പൊതുസമൂഹം അറിഞ്ഞിരിക്കുന്ന കാര്യവുമായിരിക്കും. ആദരവ് കിട്ടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ വളരെ അപൂർവമാണ്. ഏതായാലും ഇത് ഡ്യൂട്ടിയിൽ തിരിച്ചു കയറുക എന്നുള്ളത് ഇത്തിരി പാടുപെടേണ്ട കാര്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം, പണ്ടൊരു ഉദ്യോഗസ്ഥൻ വന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്കൊരു ഇൻ്റർവ്യൂ ആയിട്ട് തന്നു. ഞാൻ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സമയത്താണ്. വളരെ ഗുരുതരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ് കൊടുക്കാതെ ഈ സൗണ്ടൊക്കെ മോഡുലേഷൻ മാറ്റിയിട്ട് ഇത് കൊടുത്തു, ഇത് അപ്പ് ചെയ്തു. അവർ കൃത്യമായിട്ട് പിടിച്ചു ഇതാരാണ്. ഇവര് വണ്ടി കയറി ഒരു 3-4 ജില്ല കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നു. കുറച്ച് പേര് ഒരു ദിവസം കയറി വരികയാണ്. ഇവർ കയറി വന്നിട്ട് എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച്, ഞങ്ങൾ ഇവിടുന്ന് വന്ന ഉദ്യോഗസ്ഥരാണ്, ഇതുപോലെ ഒരു ഇന്റേണൽ എൻക്വയറി ഞങ്ങൾ നടത്തുന്നുണ്ട് ഒരു കാര്യത്തിൽ, അത് നിങ്ങളുടെ ചാനൽ വരുന്ന ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ്, വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്, അത് ഈ ഉദ്യോഗസ്ഥനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനത് പറയാൻ പറ്റും, എനിക്ക് അത് പറയണമെങ്കിൽ എനിക്ക് മേളിൽ നിന്നുള്ള പെർമിഷൻ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ ചോദിച്ച് ഹെഡ് ഓഫീസ് എവിടെയാണ് എന്ന് ചോദിച്ചു. ഞാൻ ഹെഡ് ഓഫീസ് പറഞ്ഞു കൊടുത്തു. അവിടെ പോയി ആരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പെർമിഷൻ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചു നോക്കുക അവിടെ ചെന്നിട്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് ഈ ചാനലിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവരത് കണ്ടുപിടിച്ചു. ഇവരത് കണ്ടുപിടിച്ചു. ഇവർ ആ സൗണ്ട് എടുത്തു, ഞാനിട്ട മോഡുലേഷൻ അവർ മാറ്റിയെടുത്തു. ഞാൻ സൗണ്ടിൻ്റെ മോഡുലേഷൻ മാറ്റിയല്ലോ, ഞാൻ മോഡുലേഷൻ മാറ്റിയിട്ടാണ് ഈ സാധനം കൊടുത്തത്. അവരത് കൊണ്ടുപോയിട്ട് സൈബർ സെല്ലിൽ കൊണ്ടുപോയി ഇത് കറക്റ്റ് സൗണ്ട് എടുത്തിട്ട് ഇവർ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത പ്രകാരം ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്നും ഒരുപാട് കാലം പുറത്തേക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം കോടതിയൊക്കെ വഴിയാണ് തിരിച്ച് കയറിയത്. തിരിച്ച് കയറിയ സമയത്ത് കോടതിയിൽ എന്നെ വിളിപ്പിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇദ്ദേഹം ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. ഒരാൾ എത്ര കാലം പുറത്തേക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെയാണ് ഇത് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ട്. കാര്യം പോലീസിനാകെ നാണക്കേടായിട്ടുണ്ട്. പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹയറാർക്കി. അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണല്ലോ സംഭവിച്ചതെന്ന് അവർ ചിന്തിക്കില്ല. ഒരു SIക്കല്ലേ സംഭവിച്ചത്, ഞങ്ങൾ അതിന് എന്ത് വേണം എന്നവർ ചിന്തിക്കില്ല. ഇനി ആരും കൈപൊക്കാൻ പാടില്ല. അതാണ് സേനയുടെ ഒരു പ്രത്യേകത. ഇനി ഒരു മേലുദ്യോഗസ്ഥന് നേരെ ഒരു കീഴുദ്യോഗസ്ഥനും കൈപൊക്കാൻ പാടില്ല എന്ന രീതിയിലാക്കിയെടുക്കും. യൂണിഫോം ഇട്ട ഈ പിന്നെ മമ്മൂട്ടിയുടെ പടങ്ങൾ, സുരേഷ് ഗോപിയുടെ പടങ്ങൾ, ഒരു കാലത്ത് അങ്ങനെയുള്ള പടങ്ങളുണ്ടല്ലോ, ആ പടങ്ങളിലെല്ലാം ഇങ്ങനെ മേലുദ്യോഗസ്ഥനെ വിരട്ടി നിർത്തുന്ന പോലീസുകാരായിരുന്നല്ലോ. സിനിമയിൽ നടക്കും. ബ്ലാക്കിലെ ഷൺമുഖനാണ് പുള്ളിയുടെ ഹീറോ. അത് തോന്നുന്നല്ലേ, അബദ്ധം പറ്റിയതായിരിക്കും. ഒരബദ്ധം പറ്റാനുള്ള സാധ്യത, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. പറ്റുമല്ലോ, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞ പോലെ ലേമൗണ്ടിനെതിരെയൊക്കെ കേസെടുക്കും. സെലിബ്രേഷനോ ലേമൗണ്ടോ അങ്ങനെ അതിനോടെതിരെ പോലീസ് കേസെടുക്കണം. നിങ്ങളാണ് പ്രതി. ശരി.